ഏവർക്കും സ്നേഹവന്ദനം. ലോക ചരിത്രത്തിൽ പ്രധാനമായി സംഭവിച്ച അല്ലെങ്കിൽ ചരിത്രത്തെ രൂപീകരിച്ച ഒരു സംഭവമാണ് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലി എന്നുള്ളത്. അത് അനുഭവഭേദ്യമായിട്ടുള്ള ആളുകളും നേരടിയായി കണ്ടിട്ടുള്ള ആളുകളും രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ചരിത്രപരമായ സത്യങ്ങളെ ഉന്മൂലനം ചെയ്യുന്ന വിധത്തിൽ പിന്നീട് നൂറ്റാണ്ടുകൾക്ക് ശേഷം മറ്റൊരു മതം അതിനെ ബേസ് ചെയ്തുകൊണ്ട് രൂപീകൃതമായി. ഈ രണ്ട് പ്രധാനപ്പെട്ട ചിന്താഗതികൾ ലോകത്തിൽ നടക്കുന്നു. ഒന്ന്, ക്രിസ്തു ക്രൂശിൽ മരിച്ചു എന്നും യേശുവിൻ്റെ മരണ പുനരുത്ഥാനമാണ് അവരുടെ വിശ്വാസത്തിൻ്റെ ആധാരമെന്നും വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. ആ ഒരു കൂട്ടം ആളുകളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് മുഴങ്ങിച്ചെല്ലുകയും അവരെല്ലാവരും തന്നെ അത് ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം മനുഷ്യൻ ഒരുക്കിയിരിക്കുന്ന നിത്യരക്ഷയുടെ ഭാഗമായി അനുഭവവേദ്യമാക്കിയതിൻ്റെ ഒരു പന്താവാണ് ആ ഒരു വിശ്വാസധാര എന്ന് പറയുന്നത്. എന്നാൽ മറ്റൊന്നാകട്ടെ, 6-ാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും ക്രിസ്തു മരിച്ചിട്ടില്ല എന്നും ക്രിസ്തുവിൻ്റെ മരണം പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിരുന്നതല്ല എന്നും വിശ്വസിക്കുന്നു. ആ കൂട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ അത് പ്രചരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട അക്ബർ സാഹിബിനെ പോലുള്ള ആളുകളൊക്കെ. അദ്ദേഹം മാത്രമല്ല, ഡോക്ടർ സാക്കിർ നായിക്കൊക്കെ. അവരൊക്കെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ തിരസ്കരിക്കാൻ കാരണം അവർ വിശ്വസിക്കുന്നതായിട്ടുള്ള മതഗ്രന്ഥത്തിൽ ആ വിധത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറ അന്നിസ എന്ന് പറയുന്ന 4-ാം അധ്യായത്തിൽ അതിൻ്റെ 157-58 ആയത്തുകളിൽ വളരെ കൃത്യമായിട്ട് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യഹൂദികൾ ഈസായെ ക്രൂശിച്ചിട്ടില്ല. യഹൂദികൾ യേശുവിനെ ക്രൂശിച്ചു എന്ന് നമ്മൾ ആരും തന്നെ പറയുന്നില്ല. റോമാക്കാരാണ് യേശുവിനെ ക്രൂശിച്ചത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായി. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും. റോമൻ ചക്രവർത്തിയുടെ കീഴിലുണ്ടായിരുന്ന ശിക്ഷാ നടപടിയാണ് ക്രൂശീകരണം എന്നുള്ളത്. യഹൂദന്മാരെ സംബന്ധിച്ച് ദൈവ ദൂഷണം പറയുന്ന വ്യക്തികളെ കല്ലെറിഞ്ഞു കൊല്ലുക എന്നുള്ള ശിക്ഷാവിധിയോ അല്ലെങ്കിൽ വാളുകൊണ്ട് വെട്ടിക്കൊല്ലുക എന്നുള്ള ശിക്ഷാവിധിയോ ആയിരുന്നു അവർ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിനെ ക്രൂശിച്ചത് റോമൻ പടയാളികളാണ്. അപ്പം എന്തുകൊണ്ട് യേശുവിനെ ക്രൂശിക്കേണ്ടി വന്നു എന്നുള്ള അതിൻ്റെ തിയോളജിക്കൽ ആസ്പെക്ട്സ്, അതിൻ്റെ ദൈവശാസ്ത്രപരമായ വിഷയങ്ങൾ നമ്മൾ വളരെ ഗഹനമായി തന്നെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് അക്ബർ സാഹിബും മറ്റും പറയുന്നത് പോലെ ക്രിസ്തു ക്രൂശിക്കപ്പെട്ടിട്ടില്ലേ, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് സംഭവിച്ച ചില വസ്തുതകളെ നമ്മളിന്ന് പരിശോധിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം വളരെ കൃത്യമായി ലോകത്തിൽ നടന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആ കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അക്ബർ സാഹിബും ഈ കാര്യങ്ങളൊന്ന് കേൾക്കണമേ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അക്ബർ സാഹിബിനെ പോലെ ചിന്തിക്കുന്ന എൻ്റെ മുസ്ലിം സഹോദരങ്ങളും നിങ്ങളൊന്ന് ചിന്തിക്കുക. കാരണം രക്ഷ ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമുക്ക് ദാനമായി തരുന്നതിനെ ദാനമായി സ്വീകരിക്കാതെ ഇരുന്നാൽ നമുക്ക് ആർക്കും തന്നെ മോക്ഷം, നിത്യജീവൻ, സ്വർഗം ലഭ്യമാകുകയില്ല. ആ സ്വർഗം എന്ന് പറയുന്ന അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്ന സ്വർഗമെന്ന് പറയുന്നത് ദൈവത്തെ എപ്പോഴും ആരാധിക്കുന്ന ഒരു അനുഭവമാണ്. അവിടെ ചന്തയില്ല, അവിടെ ഊറികളില്ല, അവിടെ മദ്യപ്പുഴകളില്ല, അവിടെ ദൈവ പൊന്മുഖം കണ്ടുകൊണ്ട് ദൈവത്തോട് കൂടെ വസിക്കുന്ന ദിനരാത്രങ്ങളില്ലാത്ത ഒരു ദിനത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത്. അത് മനസ്സിലാകണമെങ്കിൽ ആത്മീയമായി ചിന്തിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ആത്മീയരല്ലാതെ ജഡീകമായി ചിന്തിക്കുന്ന പ്രാകൃത മനുഷ്യനെ സംബന്ധിച്ച് മദ്യത്തെയും മദ്യപ്പുഴയെയും അതുപോലെ ഹൂറികളെയോ അല്ലെങ്കിൽ വ്യഭിചാരത്തെയോ ഒക്കെ ആയിരിക്കും സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും വരുന്നത്. അതുകൊണ്ട് പ്രാകൃത മനുഷ്യനായിരിക്കാതെ ആത്മീയരാകണം എന്നുള്ളത് കൊണ്ടാണ് തിരുവചനം നമുക്ക് ഈ സത്യങ്ങളെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. ആ സത്യത്തിലേക്ക് നിങ്ങളെ ആഹ്വാനം ചെയ്യുവാനും കൂടിയാണ് നമ്മൾ ഈ വസ്തുതകളെ കൃത്യമായി പഠിക്കുന്നത്. അതുകൊണ്ട് ദയവുണ്ടായിട്ട് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ദയവുണ്ടായിട്ട് ഇത് മറ്റുള്ളവർക്കൊന്ന് ഫോർവേഡ് ചെയ്യുകയും ചെയ്യണമേ. നിങ്ങളുടെ ഇതിൻ്റെ ബെൽ ബട്ടൺ കൂടെ അമർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളും നിങ്ങൾക്ക് കിട്ടുവാൻ ഇടയായിത്തീരും. ഇത് പല സീരീസ് ഓഫ് ടോക്കായിട്ടാണ് വരുന്നത്. നിങ്ങളത് കേൾക്കണമേ എന്ന് ഞാൻ താഴ്മയോടെ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങളുടെ സംശയങ്ങളും നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങളും ഇതിൻ്റെ താഴെ എഴുതാവുന്നതാണ്. യേശു കർത്താവിൻ്റെ കഷ്ടപ്പാടുകളെയും മരണത്തെയും ക്രൂശിൽ സംഭവിച്ചതിനെയും ആയിട്ടുള്ള കാര്യങ്ങളാണ്. യേശുവിനെ ക്രൂശിച്ച സമയമെന്ന് പറയുന്നത് മധ്യാഹ്ന സമയമാണെന്നുള്ള നമ്മൾ പറഞ്ഞു. ഉച്ച കഴിഞ്ഞ് ദേശം മുഴുവനും ഇരുട്ട് വ്യാപിച്ചു എന്നാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ വായിക്കുന്നത്. ദൈവം ഇസ്രായേലിനെ പുറത്തു കൊണ്ടുവരുന്നതിന് തൊട്ട് മുമ്പായിട്ട്, അല്ലെങ്കിൽ ഈജിപ്തിൽ അടിമകളായിരുന്ന ഇസ്രായേൽ മക്കളെ വെളിയിൽ കൊണ്ടുവരുന്നതിന് മുമ്പായിട്ട് ഈജിപ്തിനെ ബാധിച്ചതുപോലെ നമ്മൾ പുറപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ അവിടെ വലിയൊരു കൂരിരുട്ട് ഉണ്ടായി എന്ന് വായിക്കുന്നുണ്ട്. ഒരാൾക്ക് മറ്റൊരാളെ കണ്ടാൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ അത്രമാത്രം ഇരുട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു
പൂർണ്ണതയിൽ നമ്മൾ ആ ഇരുട്ടിനെ കാണുമ്പോൾ ഇവിടെ കർത്താവിൻ്റെ ക്രൂശുമരണ സമയത്തും കർത്താവായ യേശുക്രിസ്തു വാസ്തവത്തിൽ പഴയ നിയമത്തിൽ പ്രവചിച്ചിരുന്ന പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമായിട്ടാണ് തൻ്റെ യാഗത്തെ ബലിയെ ക്രൂശിൽ അർപ്പണം ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി. നിങ്ങളത് കേട്ടിട്ടില്ലെങ്കിൽ ആ ഭാഗം ഒന്ന് കേട്ടിട്ട് ഇതിലേക്ക് വരുന്നതും കുറച്ചും കൂടി നന്നായിരിക്കും, അല്ലെങ്കിൽ ഇത് കേട്ടിട്ട് അതും കൂടെ കേൾക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇവിടെ പറയുന്നതായിട്ടുള്ള ഇരുട്ടെന്ന് പറയുന്നത് പൂർണ്ണമായിട്ട് ഒരു കൂരിട്ടായിരുന്നില്ല, എന്നാൽ ഇരുട്ട് ബാധിച്ചു. അവിടെ ഉണ്ടായിരുന്നവർക്ക് കാര്യങ്ങളൊക്കെ കാണുവാനും കേൾക്കുവാനും ഒക്കെ സാധിക്കുന്ന തരത്തിലായിരുന്നു. ഇസ്രായേൽ ദേശത്തിന് മുകളിൽ മാത്രമല്ല, എന്നാൽ അന്ന് ഇസ്രായേൽ മക്കളുടെ കാലഘട്ടത്തിൽ കൂരിട്ടുണ്ടായപ്പോൾ അത് മിസ്രൈമിൽ മുഴുവനും ആയിരുന്നു. ഇസ്രായേൽ മക്കൾക്ക് ആ കൂരിട്ട് ബാധിച്ചുമില്ല എന്നാണ് പറയുന്നത്. എന്നാൽ യേശുവിൻ്റെ മരണസമയത്തുണ്ടായത് ഇസ്രായേൽ ദേശത്തിന് മുകളിൽ മാത്രമല്ല, മുഴു ലോകത്തിനും മുകളിലും ഈ ഇരുട്ട് ഉണ്ടായിരുന്നു എന്ന് ആദ്യകാലത്തെ സഭാപിതാക്കന്മാരിൽ ചിലർ എഴുതിയിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊരു ചരിത്രപരമായിട്ടുള്ള വാസ്തവങ്ങളെ, സത്യങ്ങളെ ഉദ്ഘോഷിക്കുന്നതായിരുന്നു ക്രിസ്തുവിൻ്റെ മരണം. ആദ്യകാല സഭാപിതാവും എഴുത്തുകാരനുമായ തെർത്തുല്യൻ അക്കാലത്ത് റോമൻ സാമ്രാജ്യത്തിലെ അവിശ്വാസികൾക്ക് എഴുതിയ ക്രിസ്തു മാർഗത്തിൻ്റെ പ്രതിരോധമായ അപ്പോളജറ്റിക് എന്ന ആ ഒരു ഗ്രന്ഥത്തിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തെ പരാമർശിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: ക്രിസ്തുവിൻ്റെ മരണസമയത്ത് വെളിച്ചം സൂര്യനിൽ നിന്ന് അകന്നു, ഉച്ചയ്ക്ക് ദേശം ഇരുണ്ടുപോയി. ആ അത്ഭുതം നിങ്ങളുടെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുകയാണല്ലോ. ഇന്നും നിങ്ങളുടെ ആർക്കൈവ്സുകളിൽ ആ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ റോമൻ ചരിത്രകാരന്മാർ തങ്ങളുടെ ഗ്രന്ഥങ്ങളിലും അത് എഴുതിയിരുന്നു എന്നുള്ളതാണ് തെർത്തുല്യൻ എന്ന് പറയുന്ന ആ മഹാപണ്ഡിതനായിരിക്കുന്ന സഭാപിതാവ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചിലർ മരണം സംഭവിക്കുകയില്ലെന്നുള്ള ധാരണയോടുകൂടെ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിലൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. കാരണം യേശു കർത്താവ് ക്രൂശീകരിക്കപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ മരിക്കുന്ന സമയത്ത് യേശു എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ കാണിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോരാൻ ചാൻസ് ഉണ്ട്. കാരണം മശിഹ ആയിരിക്കുന്നവൻ യേശു മശിഹയാണെന്നുള്ള അവർക്കറിയാം. അപ്പോൾ മശിഹ എന്ന് പറയുന്നവൻ കൊല്ലപ്പെടാൻ പാടില്ല എന്നുള്ളൊരു ധാരണ യഹൂദ മത നേതാക്കന്മാർക്കും യഹൂദന്മാരുടെ ഇടയിലൊക്കെ ഉണ്ടായിരുന്നു. യേശുവിനെ അനുധാവനം ചെയ്തതായിട്ടുള്ള, യേശുവിനെ അനുഗമിച്ചതായിട്ടുള്ള ആളുകളുടെ ഇടയിലും യേശു പെട്ടെന്നൊന്നും മരിക്കയില്ല എന്ന് ധരിച്ചു വെച്ചിരുന്നവരാണ്. കാരണം അവർ പ്രതീക്ഷിച്ചായിട്ടുള്ള മശിഹ എന്ന് പറയുന്നത് അന്നത്തെ റോമൻ സാമ്രാജ്യത്തെ തകർത്ത് തങ്ങൾക്ക് അധികാരം വാങ്ങിത്തരുവാൻ വേണ്ടി വരുന്നവനാണെന്നുള്ള ആ വിശ്വാസമുണ്ടായിരുന്നു. മാത്രമല്ല, ജയശാലിയായിട്ട് വരുന്ന ആ മശിഹായെ അവന് ക്രൂശിക്കപ്പെടുകയില്ല, മറിച്ച് അവൻ ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് യുദ്ധം ചെയ്ത് ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാജ്യം സംസ്ഥാപിതമാക്കി കൊടുക്കുമെന്നുള്ള ധാരണയൊക്കെ അവരിലുണ്ടായിരുന്നു. അതിൻ്റെ ഒരുപാട് തെളിവുകൾ സുവിശേഷ ഭാഗങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ, അരുമ ശിഷ്യന്മാരിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ മാതാവിൻ്റെ സഹോദരിപുത്രന്മാരായിരുന്ന യാക്കോവും യോഹന്നാനും, നിങ്ങൾക്കറിയാം, 2 കസിൻസ് യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പെട്ടിരുന്നു. അപ്പോൾ അവർ വന്നിട്ട്, അവരുടെ മാതാവ് വന്നിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്: കർത്താവേ, അങ്ങ് രാജ്യത്തെ പ്രാപിച്ചു വരുന്ന സമയത്ത് എൻ്റെ മക്കളിൽ ഒരുവൻ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിക്കാനുള്ള വരം തരണം. അപ്പോൾ അവരുടെ ധാരണ യേശു കർത്താവ് രാജാതിരാജാവായിട്ട് വാഴുന്ന സമയത്ത് തങ്ങൾക്ക് ആധിപത്യം കിട്ടും, ആധിപത്യം കിട്ടുമ്പോൾ തങ്ങളുടെ മക്കളും അവിടെ പ്രധാനികളായിട്ട് മാറണമെന്നൊക്കെയാണ് മാതാവ് ചിന്തിച്ചിരുന്നത്. പക്ഷേ യേശു കർത്താവ് പറഞ്ഞത്, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞാൽ ഈ കാണപ്പെടുന്ന സാമ്രാജ്യത്വമല്ല എൻ്റേത്. ഞാൻ ഈ കാണുന്ന രാജ്യത്തെ സ്ഥാപിക്കാൻ വന്നതല്ല, മറിച്ച് സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന സ്നേഹ സാമ്രാജ്യത്തിൻ്റെ വാക്താവായിട്ടാണ്, സ്വർഗത്തിൻ്റെ വാക്താവായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സകലരെയും സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളാക്കാനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആ വലിയ സത്യത്തെ മനസ്സിലാക്കാൻ തക്കവണ്ണം പല ആളുകൾക്കും സാധിച്ചു. എന്നാൽ വേറെ ചില ആളുകൾ യേശുവിൻ്റെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിന്നപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല, ക്രിസ്തു മരിക്കുകയില്ല, അവൻ മരിച്ചവരെ ഉയർപ്പിച്ചവനാണ്, കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ച കൊടുത്തവനാണ്, അതേപോലെ തന്നെ ഊമരെ സംസാരിക്കുമാറാക്കിയവനാണ്, ചെവി കേൾക്കാത്തവർക്ക് കേൾവി കൊടുത്തവനാണ്, അവന് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവനാണ്, കടലിൻ്റെ മീതെ നടന്നവനാണ്, ഇങ്ങനെ ധാരാളം അത്ഭുതങ്ങളും അടയാളങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായ
യേശു കർത്താവ് ഏതെങ്കിലും തരത്തിൽ ആ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരികയും തന്നിൽ വിശ്വസിക്കുന്നവരുടെ മുമ്പാകെ അല്ലെങ്കിൽ തന്നെ ക്രൂശിക്കാനായിട്ടൊക്കെ ഏൽപ്പിച്ചവരുടെ മുമ്പാകെ താൻ അത്ഭുതങ്ങൾ കാണിച്ച് അവരെ വെല്ലുവിളിക്കുകയൊക്കെ ചെയ്യുമെന്നുള്ള ആ പ്രതീക്ഷയോടുകൂടിയാണ് അവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഒരു പിന്തുടർച്ചയാണ് പിന്നീട് വന്നിരിക്കുന്ന ഈ ഖാദിയാനികൾ അല്ലെങ്കിൽ അഹമ്മദിയ മൂവ്മെൻ്റ് എന്നൊക്കെ പറയുന്ന അഹമ്മദിയ മതത്തിൻ്റെ വാക്താക്കൾ പറഞ്ഞുണ്ടാക്കിയത്. യേശു ക്രൂശിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് കാശ്മീരിൽ വന്നു, കല്യാണം കഴിച്ചു, കുട്ടിയുണ്ടായി എന്നൊക്കെ പറയുന്നതായിട്ടുള്ള കഴമ്പില്ലാത്ത കുഴമ്പ് വാദമൊക്കെ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്നത്. അപ്പം അതേ വാദത്തിൻ്റെ മറ്റൊരു ഭാഗമാണ് പകരസ്കാര സിദ്ധാന്തവുമായിട്ടൊക്കെ ഇസ്ലാമിക തിയോളജിയൻസ് അക്ബർ സാഹിബിനെ പോലെയുള്ള ആളുകളൊക്കെ ചിന്തിച്ച് ധരിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു അത്ഭുതകരമായിട്ട് ക്രൂശിൽ നിന്ന് ഇറങ്ങി വന്ന് തൻ്റെ വിമർശകരെയും ശത്രുക്കളെയും ആശയക്കുഴപ്പത്തിലാക്കുമെന്നും അവർ കരുതിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് യേശുവിൻ്റെ മരണത്തിൻ്റെ ആവശ്യകത അവർക്ക് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കണം. യേശു ക്രൂശിക്കപ്പെടേണ്ടതിൻ്റെ അനിവാര്യത ഉണ്ടായിരുന്നു. അതാണ് തിയോളജിക്കലായിട്ട് ദൈവശാസ്ത്രപരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഏറ്റവും വലിയ പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യം. ദൈവം മനുഷ്യനെ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചപ്പോൾ മനുഷ്യനുമായിട്ടുള്ള സഖിത്വം ദൈവത്തിന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നതായിരുന്നു. എന്നാൽ എന്താ സംഭവിച്ചത്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് പിശാചിൻ്റേതായിട്ട് മാറി. പിശാചിൻ്റെ വകയായിത്തീർന്ന മനുഷ്യനെ അവൻ്റെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് അവനൊരു ജീവൻ നൽകി നിത്യമോക്ഷത്തിലേക്ക് അവനെ കൊണ്ടുപോവുക എന്ന ഏക ഉദ്ദേശത്തോടെയാണ് യേശു ക്രിസ്തു ലോകത്തിലേക്ക് ജാതം ചെയ്തു തന്നെ. അപ്പോൾ യേശുവിൻ്റെ ആഗമന ഉദ്ദേശമെന്ന് പറയുന്നത് ലോകരാഷ്ട്രങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനോ അല്ലെങ്കിൽ താൻ രാജാവായിട്ട് വാളെടുത്ത് യുദ്ധം ചെയ്ത് ഭരണം നിലനിർത്താനോ അല്ലെങ്കിൽ ഭരിക്കാനായിട്ടോ വന്നവനല്ല. മാത്രവുമല്ല, യേശു കർത്താവ് വന്നത് മരിക്കാൻ തന്നെയാണ് എന്നുള്ളത് യേശുവിൻ്റെ കൂടെയുള്ള പ്രസ്താവനകളിലൂടെ ശിഷ്യഗണത്തിന് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചതുകൊണ്ടാണ് പത്രോസ് എന്ന് പറയുന്നതായിട്ടുള്ള യേശുവിൻ്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിട്ട് അറിയപ്പെടുന്ന ആ പത്രോസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പീറ്റർ എന്ന് പറയുന്ന വ്യക്തി വന്ന് പറയുന്നത്, കർത്താവേ, നിനക്ക് അങ്ങനെ സംഭവിക്കരുത്, നീ മരിക്കരുത്. അപ്പോൾ കർത്താവ് ആ പത്രോസിനെ നോക്കിക്കൊണ്ട് പീറ്ററിനെ നോക്കിക്കൊണ്ട് പറയുകയാണ്, ഹാ പിശാച, എന്നെ വിട്ടു പോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യർക്കുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രധാനിയായിരിക്കുന്ന ആ പത്രോസിനെ കർത്താവ് പിശാചെ എന്ന് തന്നെ സംബോധന ചെയ്യുന്നത് കാരണം അവനിൽ അങ്കുരിച്ചതായിട്ടുള്ള പൈശാചിക ചിന്തകളാണ് അവനെ കൊണ്ട് അത് പറയിക്കാൻ ഇടയായിത്തീർന്നത്. ക്രിസ്തുവിൻ്റെ മരണവും ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനവും ഇല്ല എങ്കിൽ മനുഷ്യവർഗത്തിന് രക്ഷ ലഭ്യമാകയില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രമാണത്തിലുള്ള അടിസ്ഥാന പ്രമാണമാണ്. ഏദൻ തോട്ടത്തിൽ അഥവാ ആദിമ മനുഷ്യനായ ആദമിനോട് ദൈവം ചെയ്തായിട്ടുള്ള വാഗ്ദത്തമാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ ബലി യാഗം എന്നുള്ളത്. അപ്പോൾ അതിനെ തിരസ്കരിച്ചുകൊണ്ട് ഏത് മതം വന്നാലും ഏത് ജാതി ഉണ്ടായാലും ഏത് വിധത്തിലുള്ള ഗ്രന്ഥങ്ങൾ വന്നാലും അതെല്ലാം പൈശാചികമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. കാരണം ദൈവിക പദ്ധതിക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ചിന്തകളും ആശയങ്ങളും കൊണ്ടുവരുന്നത് അത് ഡിമിനോളജിയാണ് അല്ലെങ്കിൽ പൈശാചിക ശാസ്ത്രമാണ്. ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം അത് അനിവാര്യമായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം സംഭവിക്കുന്നില്ലായിരുന്നെങ്കിൽ, യേശു ക്രിസ്തു ക്രൂശിൽ കൂടെ ബലിയായി തൻ്റെ ജീവനെ മനുഷ്യവർഗത്തിന് പകരമായി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ലായിരുന്നെങ്കിൽ, താനൊരു അറ്റോൺമെൻ്റ് ആയി തീരുന്നില്ലായിരുന്നെങ്കിൽ, പ്രൊപ്പോസിഷനായിട്ട് തൻ്റെ മരണം നടക്കുന്നില്ലായിരുന്നെങ്കിൽ, ഒരു സബ്സ്റ്റിറ്റ്യൂഷണൽ മരണം തൻ്റെ ജീവിതത്തിൽ നടക്കുന്നില്ലായിരുന്നെങ്കിൽ മനുഷ്യവർഗത്തിന് ഒരു കാലഘട്ടത്തിലും രക്ഷ അനുഭവിക്കാൻ കഴിയുകയില്ലായിരുന്നു. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ ഇതിനെ തിരസ്കരിക്കുന്ന ഏത് മതമാകട്ടെ, ഏത് ജാതിയാകട്ടെ, ഏത് ഗ്രന്ഥമാകട്ടെ, അത് ദൈവികമല്ല എന്നുള്ളത് നിങ്ങൾ അറിയണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്, എൻ്റെ ഒപ്പീനിയൻ അല്ല കേട്ടോ. അങ്ങനെ ഇനിയും ആരും ധരിക്കരുത്, വന്നിട്ട് അച്ഛൻ്റെ അഭിപ്രായം എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊന്നും നിങ്ങൾ പറയണ്ട. ഇത് ദൈവത്തിൻ്റെ പ്രമാണത്തിലുള്ളതാണ്. പകര മരണം എന്നുള്ളത്, സബ്സ്റ്റിറ്റ്യൂഷണൽ ഡെത്ത്, മനുഷ്യവർഗത്തിന് വേണ്ടി കർത്താവ് മരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ യേശു പറഞ്ഞിട്ടുണ്ടോ? അതാണ് അടുത്ത നിങ്ങളുടെ ചോദ്യം. എനിക്കറിയാം അക്ബർ സാഹിബും കൂട്ടരും ഒക്കെ ചോദിക്കാറുള്ള ചോദ്യം, യേശു പകരമായിട്ട് മരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട് സുഹൃത്തെ, ഉണ്ട്. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. He came to give us his life as a ransom. അവൻ്റെ ജീവനെ
നമുക്ക് പകരമായിട്ട് സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് എനിക്ക് വേണ്ടി തരുവാൻ വേണ്ടി വന്നതാണ്. അക്ബർ സാഹിബിന് വേണ്ടി, അതുപോലെ മുജാഹിദ് ബാലുശ്ശേരിക്ക് വേണ്ടി, OA അബ്ദുള്ളയ്ക്ക് വേണ്ടിയിട്ട്, ഇവിടുത്തെ എല്ലാ മതപണ്ഡിതന്മാർക്ക് വേണ്ടിയിട്ടും മനുഷ്യവർഗത്തിന് മൊത്തത്തിൽ തൻ്റെ ജീവൻ നൽകുവാനായിട്ട് വന്നതാണ്. ആ പകര മരണത്തിലൂടെ മാത്രമേ ദൈവജനമായി തീരുവാനും ആ ദൈവജനമായി തീർന്നവർക്കൊരു പുതിയ ജീവൻ ലഭിക്കുവാനും തൽഫലമായി ദൈവത്തിൻ്റെ സ്നേഹവും നീതിയും വ്യക്തിപരമായിട്ട് നമുക്ക് അനുഭവിക്കുവാനും കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ പാപത്തിന് വില നൽകപ്പെടണമെന്നുള്ള ആ പരമമായ സത്യം അവർക്ക് അന്ന് ക്രൂശിച്ചതായിട്ടുള്ള ആളുകൾക്ക് ഗ്രഹിക്കുവാൻ, മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ യേശു നമുക്ക് പകരം നമ്മളുടെ പാപവാഹകനായി മരിക്കേണ്ടി വന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യത്തിൽ അന്ന് ഒരുക്ക ദിവസമായിരുന്നെന്നും പിറ്റേന്ന് ഒരു പ്രത്യേക ശബത്തായിരുന്നുവെന്നും ശബത്തിൽ ശരീരങ്ങൾ കുരിശുകളിൽ ഇരിക്കാതിരിക്കാൻ യഹൂദ നേതാക്കൾ പീലാത്തോസിനോട് കാലുകൾ ഒടിച്ച് ശരീരങ്ങൾ താഴെ ഇറക്കാൻ ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പടയാളികൾ വന്ന് യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ട ഒന്നാമൻ്റെയും പിന്നീട് മറ്റേ ആളുടെയും കാലുകൾ ഒടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അത് 19-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യത്തിൽ യോഹന്നാന്റെ സുവിശേഷം, എന്നാൽ അവർ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ യേശു മരിച്ചു എന്ന് കണ്ടപ്പോൾ അവൻ്റെ കാലുകൾ ഒടിച്ചില്ല എന്ന് കാണുന്നു. 34-ാം ആയത്തിൽ പടയാളികളൊരാൾ യേശുവിൻ്റെ വിലാപ്പുറത്ത് കുന്തം കൊണ്ട് കുത്തി, പെട്ടെന്ന് രക്തവും വെള്ളവും ഒഴുകി. അടുത്ത വാക്യത്തിൽ അത് കണ്ട മനുഷ്യൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവൻ്റെ സാക്ഷ്യം സത്യമാണ്, താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് അവൻ സാക്ഷ്യം പറയുന്നു. തൊട്ടടുത്ത വാക്യം പറയുന്നത് അവൻ്റെ ഒരസ്ഥി പോലും ഒടിഞ്ഞു പോകുകയില്ല എന്ന തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിനാണ് ഇതെല്ലാം സംഭവിച്ചത്. മറ്റൊരു തിരുവെഴുത്ത് പറയുന്നത് പോലെ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും. യേശു ക്രിസ്തുവിലേക്ക് അവർ നോക്കണം. എല്ലാ മനുഷ്യനും യേശുവിലേക്ക് നോക്കേണ്ടതാണ് എന്ന് തിരുവചനം പറയുകയാണ്. ഞാൻ ഈ പറഞ്ഞതായ ആയത്തുകളെല്ലാം, വാക്യങ്ങളെല്ലാം തന്നെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 37 വരെയുള്ള ആയത്തുകളിലുള്ളതാണ്. അപ്പോൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ക്രിസ്തുവിൻ്റെ മരണശേഷം പെസഹ കാലത്തെ പ്രത്യേക ശബത്ത് അടുത്തിരുന്നു എന്നുള്ളതാണ് ഈ വാക്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം സൂര്യാസ്തമയത്തോടുകൂടെ അവർക്ക് ദിവസം ആരംഭിക്കുകയാണ്. നമ്മുടെ ദിവസം പോലെയല്ല അവരുടെ ദിനാചാരങ്ങൾ അല്ലെങ്കിൽ മണിക്കൂറുകളൊക്കെ അവർ കൗണ്ട് ചെയ്യുന്നത്. അവർക്ക് അതിരാവിലെ 6 മണി മുതൽ പിറ്റേ ദിവസം രാവിലെ 5:59 വരെയുള്ള സമയമാണ് ഒരു ദിവസം എന്ന് പറയുന്നത്. കൃത്യം രാവിലെ 6 മണിക്കാണ്. നമുക്കറിയാവുന്ന പോലെ നമ്മൾ അർദ്ധരാത്രിയിലാണ് 12 മണിക്കാണ് നമ്മുടെ ദിവസം ആരംഭിക്കുന്നത്. അപ്പോൾ യഹൂദന്മാരുടെ ദിനം ആരംഭിക്കുന്നതും അവരുടെ ഒരു ദിവസം എന്ന് പറയുന്നതും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പോൾ യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ യേശു മരിച്ചു എന്നുള്ളത് പടയാളികൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. യേശുവിനെ ക്രൂശിച്ച സമയത്ത് യേശുവിൻ്റെ ഇടത്തും വലത്തുമായി 2 പേരെ കൂടെ ക്രൂശിച്ചിരുന്നു. അപ്പോൾ ആ ക്രൂശിക്കപ്പെട്ട 2 കള്ളന്മാരുടെയും കാലുകൾ അവർ ഒടിച്ചു. കാലുകൾ ഒടിച്ചതിനാൽ അവർക്ക് പെട്ടെന്ന് മരണം സംഭവിച്ചു. കാരണം 2 കള്ളന്മാർക്കും അവരുടെ കാലിനടിയിൽ ഒരു മരക്കഷ്ണത്തിലാണ് അവർ ചവിട്ടിയിട്ട് ശ്വസിക്കാനായിട്ട് ഇടയാകുന്ന വിധത്തിലായിരുന്നു അവരെ ക്രൂശിച്ചിരുന്നത്. എന്നാൽ ആ മരക്കഷ്ണങ്ങൾ ചവിട്ടി അവർക്ക് ഉയരാൻ കഴിയാത്ത വിധത്തിൽ അവരുടെ മുട്ടുകൾ ഒടിച്ചു കഴിഞ്ഞപ്പോൾ, കാലുകൾ ഒടിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കാലിൻ്റെ ബലത്തിൽ ശ്വസിക്കാൻ കഴിയാതെ ശ്വാസം മുട്ടി അവരെ പെട്ടെന്ന് മരിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പം ശ്വാസം കിട്ടാത്തതുകൊണ്ട് അവർ മരിച്ചു. അപ്പോൾ പടയാളികൾ വന്ന് അവർ മരിച്ചു എന്ന് ഉറപ്പുവരുത്തി. എന്നാൽ യേശുവിൻ്റെ അടുക്കലേക്ക് വന്ന സമയത്ത് അവർ യേശുവിൻ്റെ കാലുകൾ ഒടിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇതിനകം തന്നെ യേശു മരിച്ചു എന്നുള്ളത് അവർക്ക് ബോധ്യമായി. അതുകൊണ്ട് യേശുവിൻ്റെ കാലുകൾ ഒടിക്കേണ്ടി വന്നില്ല. അതിൻ്റെ കാരണം വളരെ കൃത്യമായിട്ട് അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പേ പ്രവാചകന്മാർ ഈ സംഭവത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പ്രവചിച്ചു വെച്ചിരുന്നു. യേശുവിൻ്റെ മരണ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള പ്രവചനങ്ങളാണ് പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ പൂർത്തീകരണമാണ് പുതിയ നിയമം എന്ന് പറയുന്നത്. അത് മറന്നു പോകരുത്. അപ്പോൾ ചില സുഹൃത്തുക്കൾ, പ്രത്യേകിച്ച് ഗഫൂർ എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ വീഡിയോയുടെ എല്ലാം ചുവട്ടിൽ വന്നിട്ട് പല കാര്യങ്ങളും വളരെ ബഹുമാന പുരസ്കാരം എഴുതാറുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ അടുത്ത ഏറ്റവും അവസാനമായിട്ട് എഴുതിയത്, നിങ്ങളുടെ ഗ്രന്ഥം തന്നെ ഒന്ന് വായിച്ചു നോക്കി അത് വായിക്കാൻ
കൊള്ളുകയില്ല. പഴയ നിയമത്തെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഞാൻ ധരിക്കുകയാണ്. എൻ്റെ പൊന്നു സുഹൃത്തെ, പഴയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ കുറിക്കുന്ന കാര്യങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രവുമല്ല, യഹൂദന്മാരുടെ ജീവിതചര്യകളും അവർ ചെയ്തിട്ടുള്ള വങ്കത്തരങ്ങളും അവർക്ക് സംഭവിച്ചതായിട്ടുള്ള എല്ലാ ദുരന്തങ്ങളും, എങ്ങനെ ആ ദുരന്തങ്ങളിൽ നിന്ന് ദൈവം ഇടപെട്ട് അവരെ രക്ഷിച്ചു കൊണ്ടുവന്നു, അവർ വിശ്വസിക്കുന്നവനായ സത്യദൈവം ആരാണെന്നും ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ച മ്ലേച്ഛതകൾ അസിറ്റീസ് എഴുതിയിട്ടുണ്ട്. അതാണ് ബൈബിളിൻ്റെ ഒരു നിസ്തുല്യത എന്ന് പറയുന്നത്. ഒളിച്ചു വെക്കുന്നതല്ല ബൈബിള്, അത് ട്രാൻസ്പെറൻ്റാണ്. കാരണം ദൈവത്തിൻ്റെ മുമ്പാകെ സകലവും നഗ്നവും മലർന്നുമായി കിടക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ മറന്നു പോകരുത്. പലപ്പോഴും ആളുകൾ ധരിച്ചു വച്ചിരിക്കുന്നത് ഈ പൊതിഞ്ഞ് സംസാരിക്കണം, നല്ലത് മാത്രമേ ഈ പ്രവാചകന്മാരെ കുറിച്ചൊക്കെയുള്ള നല്ലതേ പറയാവൂന്ന്. നല്ലതെന്നൊക്കെ പറഞ്ഞ് വേറെ ചില ഗ്രന്ഥത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ പുറത്ത് വായിക്കാൻ പോലും പറ്റുകയില്ല. ഇബ്നു ഇഷാക്ക് അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇബ്നു ഹിഷാം എന്ന് പറയുന്ന ആൾ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പൊതുസദസ്സിൽ കുടുംബാന്തരീക്ഷത്തിൽ പോലും തുറന്ന് വായിക്കാൻ പറ്റുകയില്ല, അത്ര മ്ലേച്ഛമായിട്ടുള്ളായിരുന്നു എന്നൊക്കെ ഇബ്നു ഇഷാക്ക് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് വായിച്ചാൽ അറിയാം. എന്നാൽ വിശുദ്ധ ബൈബിളിലെ പഴയ നിയമത്തിൽ സംഭവിച്ച കാര്യങ്ങൾ, അവിടെ ഒരു പ്രവാചകനെന്ന് നിങ്ങൾ പറയുന്നതായിട്ടുള്ള ലോത്ത് ഞങ്ങളെ സംബന്ധിച്ച് പ്രവാചകനല്ല. ലോത്ത് ഒരു സാധാരണ മനുഷ്യനാണ്, അബ്രഹാമിൻ്റെ സഹോദരപുത്രനാണ്. അപ്പോൾ ആ ലോത്ത് തൻ്റെ പെൺമക്കളോടുകൂടെ ശയിച്ച കാര്യം അത് എഴുതിയിട്ടുണ്ട്. അത് സഹിച്ചു. അങ്ങനെ 2 തലമുറകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് മോവാബ്യർ എന്ന് പറയുന്നതായ അരാമ്യർ എന്ന് പറയുന്ന 2 ഗ്രൂപ്പുകൾ ഉണ്ടായത്. അത് ഇസ്രായേൽ മക്കളുമായിട്ട് അവർക്ക് ബന്ധമൊന്നുമില്ല. അവരൊക്കെ വേറെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ അവരുടെ അന്നത്തെ കാലഘട്ടത്തിൽ പഴയ നിയമത്തിൽ സംഭവിച്ച എല്ലാ മ്ലേച്ഛതകളും അതേപോലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. എസേൽ പ്രവചനത്തിൽ സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നതാണ് വേറെ ഒരു വലിയ അപവാദമായിട്ടൊക്കെ പറയാറുള്ളത്. അതെന്താ കാണിക്കുന്നത്? ഇസ്രായേൽ മക്കളുടെ പാപത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ്. അത് വായിക്കുന്നതന്നെ ഞങ്ങളുടെ പള്ളികളിലൊക്കെ അത് വായിക്കാറുണ്ട്. ഞങ്ങൾ പൊതുവിൽ ഇത് വായിക്കാറുണ്ട്. കാരണം ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ, ഇന്നും ലോകത്തിൽ നടക്കുന്ന മ്ലേച്ഛതകളില്ലേ, അതേപോലെ അന്നത്തെ കാലത്തും മ്ലേച്ഛതകൾ നടന്നിരുന്നു. അപ്പോൾ ആ കാര്യത്തെ ചിത്രീകരിക്കാൻ വേണ്ടി പ്രവാചകന്മാർ വളരെ ശക്തമായിട്ട് അവരുടെ തിന്മകളെ എടുത്ത് പറഞ്ഞിരിക്കുന്നതാണ് പഴയ നിയമത്തിൽ. അല്ലാതെ പഴയ നിയമം എന്ന് പറയുന്നത് എന്തോ ഒരു പുസ്തകമാണെന്നോ ഒക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നീലപുസ്തകം വായിച്ച ആളുകൾക്കാണ് അങ്ങനെ ചിന്തിക്കാൻ തോന്നുക. അത് വായിച്ചിട്ട് ഇത് വായിക്കുമ്പോൾ അതിന് സമാനമാണല്ലോ ഇതെന്ന് ചിന്തിച്ചു പോകും. അങ്ങനെ നിങ്ങൾ ചിന്തിക്കേണ്ട. ബൈബിള് ഏത് സമയത്ത് എവിടെ, ഞങ്ങൾ പൊതുവിൽ ഞങ്ങളുടെ പള്ളികളിൽ പഴയ നിയമ ഭാഗവും പുതിയ നിയമ ഭാഗങ്ങളും വായിക്കാറുണ്ട്. സങ്കീർത്തന ഭാഗം വായിക്കാറുണ്ട്. 4 ഭാഗങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും വിശുദ്ധാരാധനയുടെ മധ്യത്തിൽ, കുർബാനയുടെ മധ്യത്തിൽ ഞങ്ങൾ വായിക്കാറുണ്ട്. അത് ഓരോ ഭാഗങ്ങൾ ഓരോ പ്രസംഗത്തിന് അതാത് സമയത്ത് അൽമനാക്കനുസരിച്ച് ഞങ്ങളത് വായിക്കാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. അതിൽ നിന്ന് ഞങ്ങൾക്കത് പാപമായിട്ടോ അല്ലെങ്കിൽ അത് മ്ലേച്ഛമായിട്ടോ തോന്നുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? അത് ജനത്തിൻ്റെ പാപം അന്ന് എഴുതി വെച്ചിരിക്കുന്ന, അന്ന് സംഭവിച്ച പാപങ്ങളാണ്. സോദോം ഗോമോറ എന്ന് പറയുന്ന പട്ടണം നശിക്കാൻ കാരണം എന്താണ്? അവിടെ സ്ത്രീകളും പുരുഷനും കൂടെ ഇക്കാലത്തുണ്ടല്ലോ അങ്ങനെ. അപ്പം ആ കാലഘട്ടത്തിൽ ഇതുപോലുള്ള മ്ലേച്ഛത നടന്നു. അതുകൊണ്ടാണ് ആണോട് ആണ് അവലക്ഷണമായി പ്രവർത്തിച്ചു. പ്രകൃതിയാൽ ദൈവം നൽകിയിരുന്നായിട്ടുള്ള സ്വാഭാവിക ഭോഗങ്ങളെ വിട്ട് മ്ലേച്ഛമായി പ്രവർത്തിച്ചു. ആ കാര്യങ്ങൾ വളരെ സ്പഷ്ടമായിട്ട് അതിൻ്റെ ഉദാഹരണ സഹിതം എഴുതി വെച്ചു. അതുകൊണ്ട് സംഭവിച്ചെന്താണ്? ദുരന്തമാണ്. നാടുകൾക്ക് ദുരന്തമുണ്ടായി. അത് നമ്മുടെ നാടുകളിലും വരും, സംശയമൊന്നുമില്ല. ഇത് കുറേ നാളുകൾ കഴിയുമ്പോഴത്തേക്ക് ഇതുപോലുള്ള മ്ലേച്ഛതകൾ നമ്മുടെ നാട്ടിൽ പെരുകി വരുമ്പോൾ ഈ മ്ലേച്ഛതകളാൽ ലോകം നശിച്ചു പോകും. പ്രിയമുള്ളവരെ, അതിന് നിങ്ങൾ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ആ മ്ലേച്ഛത വിട്ട് മടങ്ങി വരാൻ വേണ്ടി, സ്നേഹസ്വരൂപനായ കർത്താവിലേക്ക് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ് തിരുവചനം യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടെ മനുഷ്യവർഗത്തിന് സത്യദൈവത്തെ അറിയാനും ആ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മുടെ ഉള്ളിൽ വ്യാപിപ്പിച്ചുകൊണ്ട് അതിന് പ്രകാരം മുന്നോട്ട് ജീവിക്കാനുള്ള ആഹ്വാനം തരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട അച്ഛൻ ഇതൊക്കെ നിങ്ങളോട് പറയുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ കുണ്ടന്മാരെന്നൊക്കെ പറഞ്ഞ് മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കുണ്ടന്മാരെന്നൊക്കെ വിളിക്കും. അതൊക്കെ ചില പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കുണ്ടന്മാരൊക്കെ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ചില അധ്യാപകരെയൊക്കെ കുണ്ടംപണി എടുത്തതിനൊക്കെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പത്രത്തിൽ വരുന്നുണ്ടല്ലോ, അതൊക്കെ ഞങ്ങൾ വായിക്കാറില്ലേ. അപ്പോൾ കുണ്ടംപണി എടുക്കുന്നവരെയൊക്കെ വളരെ കൃത്യമായിട്ട് ദൈവം ശിക്ഷിക്കുമെന്നുള്ളത് തിരുവചനത്തിൽ കൂടെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്.
അതാ അതിൻ്റെ പൊരുള്. അപ്പോൾ ഇത് വായിക്കാൻ പറ്റൂല, എന്തോ വലിയ ഭീകരത. അപ്പോൾ ഗഫൂർ എന്ന് പറയുന്ന എൻ്റെ പൊന്നു സുഹൃത്തെ, താങ്കളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അന്നത്തെ കാലത്ത് അതോ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പുള്ളതാണെന്ന് ഓർത്തോണം. പ്രാകൃത മനുഷ്യത്വത്തിൻ്റെ കൃത്യതയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ജീവിതത്തിലുണ്ടായ രൂപാന്തരം നിമിത്തം അവനുണ്ടായ മാറ്റങ്ങളെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് എൻ്റെ വ്യത്യാസം. അപ്പോൾ ഞങ്ങൾ പഴയ നിയമം വായിക്കുന്നത് അതൊരു ദൃഷ്ടാന്തത്തിനായിട്ടാണ്. അത് വളരെ കൃത്യമായിട്ട് പുതിയ നിയമത്തിൽ എഴുതിയിട്ടുണ്ട്. പഴയ നിയമ സംഭവങ്ങൾ നമുക്ക് ദൃഷ്ടാന്തത്തിനായിട്ട് ഭവിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വിട്ടൊഴിഞ്ഞ് ജീവിക്കാനും ദൈവികമായ വഴിയിലൂടെ കർത്താവിൽ കൂടെ മനുഷ്യവർഗത്തിന് ലഭിച്ചിരിക്കുന്ന നിത്യരക്ഷയുടെ സ്വർഗീയമായ അനുഭവത്തിൽ മുന്നോട്ട് ജീവിക്കാനും അതിലേക്ക് എല്ലാവരെയും കൂട്ടിച്ചേർക്കാനും വേണ്ടിയിട്ടാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ ആഹ്വാനം ചെയ്യുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ സമയത്ത് പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരുന്നത് കർത്താവിൻ്റെ അസ്ഥികളൊന്നും തന്നെ ഒടിഞ്ഞു പോകുകയില്ല. അതുകൊണ്ട് പടയാളികൾ യേശുവിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവർ കാണുന്നത് യേശു മരിച്ചു, അതുകൊണ്ട് അവൻ്റെ മുട്ടുകൾ അടിച്ചൊടിക്കേണ്ടി വന്നില്ല. അവൻ്റെ എല്ലാ അസ്ഥികളെയും സംരക്ഷിക്കുന്നു, അവയിൽ ഒന്നുപോലും ഒടിക്കപ്പെടുകയില്ല എന്ന് 1400 വർഷം മുമ്പ്, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിന് 1400 വർഷം മുമ്പ് ദാവൂദ് തൻ്റെ സബൂറിൽ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരുന്നു. 34-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 20 വരെയുള്ള ആയത്തുകളിൽ നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ യഹൂദ ജനത പെസഹ കുഞ്ഞാടിനെ അറുത്ത് ഭക്ഷിക്കുമ്പോഴും അതിനകത്ത് ഇതേപോലെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നതായിട്ട് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന് 46-ാം ആയത്തിൽ കാണാം. അവിടെ എന്താ പറയുന്നത്? അസ്ഥികളിൽ ഒന്നും ഒടിക്കരുത്. പെസഹ കുഞ്ഞാടിൻ്റെ അറുക്കൽ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ ബലി വരുമ്പോൾ അതിനെ ഭക്ഷിക്കാനായിട്ട് അറുക്കുന്ന സമയത്ത് അതിൻ്റെ അസ്ഥികൾ ഒടിക്കരുതെന്ന് പറഞ്ഞിരുന്നു. ഇവിടെ സാക്ഷാൽ യേശു ക്രിസ്തു തന്നെയാണ് നമ്മുടെ പെസഹ കുഞ്ഞാട്. അവൻ തിരുവെഴുത്തുകളിൽ എന്തൊക്കെ തന്നെക്കുറിച്ച് എഴുതിയിരുന്നുവോ അതെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ബലിയായിത്തീർന്നത്. 100 കണക്കിന് വർഷങ്ങളായി പെസഹ രാത്രിയിൽ യഹൂദ ജനത പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ച് പ്രവചനങ്ങൾ എല്ലാം പൂർത്തീകരിക്കാനായിട്ട് കാത്തിരിക്കുമ്പോൾ സാക്ഷാലുള്ള പെസഹ കുഞ്ഞാട് കൃത്യമായി തന്നിൽ കൂടെ വെളിപ്പെടുത്തി കിട്ടിയതായിട്ടുള്ള അല്ലെങ്കിൽ താൻ തന്നെ അരുളി ചെയ്തിരുന്ന കാര്യങ്ങളെ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പകരമായി തീർന്നു. അപ്പം ഈ പഴയ നിയമത്തിലെ പെസഹ കുഞ്ഞാടിനെയൊക്കെ ഒരു പ്രതീകാത്മക കുഞ്ഞാടുകളായിരുന്നു. എന്നാൽ ഇവിടെ ഇതാ യേശു ക്രിസ്തു ആ പെസഹ ദിനത്തിൽ യെരുശലേമിൽ സർവ്വലോകത്തിനും വേണ്ടിയിട്ട് ബലിയായിത്തീർന്നു. അപ്പോൾ യേശുവിൻ്റെ ബലി എന്ന് പറയുന്നത് നമ്മൾ ആന്തരികമായിട്ട് സ്വീകരിക്കണം. നമുക്കറിയാവുന്ന പോലെ പെസഹ കുഞ്ഞാടിനെ അറുത്തിട്ട് അതിൻ്റെ മാംസം തിന്നുമ്പോൾ മാത്രമേ അവർ പാസ് ഓവർ അല്ലെങ്കിൽ അവരെ സംഹാരദൂതൻ, അവരുടെ മരണദൂതൻ, അവരെ കൊല്ലുവാൻ വന്നായിട്ടുള്ള മരണദൂതനിൽ നിന്ന് അവർക്ക് വിടുതൽ കിട്ടിയതിൻ്റെ ഓർമ്മ ആകെയുള്ളൂ. അതേപോലെ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെ എൻ്റെ സ്വന്തമാക്കി തീർക്കണം. ഒരൊറ്റ കാര്യമേ ചെയ്യേണ്ടതുള്ളൂ. യേശുവേ, അങ്ങ് എനിക്ക് പകരമായി ക്രൂശിതനായി അങ്ങ് എനിക്ക് വേണ്ടി മരിച്ചു. അങ്ങയുടെ മരണത്താൽ എൻ്റെ മരണം നീങ്ങിപ്പോവുകയും അങ്ങയുടെ ഉയർത്തെഴുന്നേൽപ്പിനാൽ എനിക്ക് സ്വർഗജീവൻ, നിത്യജീവൻ ദാനമായി തരികയും ചെയ്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങ് എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എന്നെ അവിടുത്തെ സ്വന്തമാക്കണമേ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ചാൽ ആ ക്ഷണം യേശു കർത്താവ്, ഉയർത്തെഴുന്നേറ്റവനായ യേശു തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മളിൽ വാസം ചെയ്യുകയും നമ്മൾ ദൈവ മക്കളായി തീരുകയും ചെയ്യും. ദൈവത്തിൻ്റെ മക്കളായി തീരാൻ വേണ്ടി നമ്മൾ ഒന്നും ചെയ്യേണ്ടതില്ല. എല്ലാം യേശു കർത്താവ് ക്രൂശിൽ വെച്ച് നമുക്ക് വേണ്ടി ചെയ്ത് തീർത്തു. യേശു എന്ത് ചെയ്ത് തീർത്തുവോ അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി നാം സ്വീകരിച്ചാൽ മതി. ആ യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകാനുള്ള അധികാരവും ദൈവവചനം തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യം. താങ്ക് യു. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അടുത്ത സെഷനിലേക്ക് നാം വരുമ്പോഴേയും സന്തോഷത്തോടെ നന്ദി അറിയിക്കുന്നു.